നമസ്കാരം, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ നടക്കാൻ പോകുന്ന KASന്റെ പ്രിലിംസ് എക്സാമിനെ പറ്റിയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ന്യൂസ് ആണ്. കൺഫർമേഷൻ നൽകിയത് ഏകദേശം 1,90,000 പേരാണ്. 1,90,852 പേരാണ് 3 സ്ട്രീമുകളിലായിട്ട് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. അതായത് നേരിട്ടുള്ള നിയമനത്തിന്റെ ആദ്യ സ്ട്രീമിൽ 1,80,307 പേരും, ഗസറ്റഡ് അല്ലാത്ത സർവകലാ ജീവനക്കാരുടെ സെക്കൻഡ് സ്ട്രീമില് 9,652 പേരും, ഗസറ്റഡ് ഉദ്യോഗസ്ഥരുടെ മൂന്നാം സ്ട്രീമില് 893 പേരുമാണ് പരീക്ഷ എഴുതുന്നത്. 2 സ്ട്രീമായിട്ടാണ് എക്സാം നടക്കുന്നത്. ഒന്നാമത്തെ സ്ട്രീം എന്ന് പറയുന്നത് രാവിലെ 10 മുതൽ 12 വരെയും ഉച്ചയ്ക്ക് ശേഷം 1:30 മുതൽ 3:30 വരെ ആയിരിക്കും 2 പേപ്പർ. 2 പേപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ 2 പേപ്പറും ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നുണ്ട്, 2 പേപ്പറും ഞാൻ എഴുതണോ അതോ ഒരെണ്ണം എഴുതിയാൽ മതിയോ? അല്ല, നിങ്ങൾ 2 പേപ്പറും എഴുതണം. നിങ്ങൾക്ക് 200 മാർക്കിനാണ് പരീക്ഷ നടക്കാൻ പോകുന്നത്. ആദ്യത്തെ പേപ്പറിനകത്ത് ഹിസ്റ്ററി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും, സെക്കൻഡ് പേപ്പറിനകത്ത് വരുന്ന സമയത്ത് എക്കണോമിക്സും സയൻസ് ആൻഡ് ടെക്നോളജിയും അടങ്ങിയിട്ടുള്ള സെക്കൻഡ് പേപ്പർ. അങ്ങനെ 2 സിലബസ് നമുക്ക് KASന്റെ പ്രിലിംസിനുണ്ട്. ആ 2 സിലബസ് പഠിച്ച് 2 പേപ്പറും 2 നേരങ്ങളിലായിട്ട് എഴുതുമ്പോഴാണ് നമ്മൾ പ്രിലിംസ് എക്സാം കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UPSC ചോദിച്ചിട്ടുള്ള 2019 മുതൽ 24 വരെ ചോദിച്ചിട്ടുള്ള 10 ചോദ്യങ്ങളാണ്. അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം കൂടെ പറയാൻ നേരമില്ലാത്തതുകൊണ്ട് ഇത് ഞാൻ ടെലഗ്രാമിലേക്ക് ഈ ഒരു PDF ഇട്ടേക്കാം. നിങ്ങൾ ആവശ്യമുള്ളവർ കയറി വായിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Consider the following properties included in the World Heritage List released by UNESCO. വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ് യുനെസ്കോ ഇറക്കുമല്ലോ. അപ്പൊ അതിനകത്ത് താഴെ തന്നിരിക്കുന്ന പ്രോപ്പർട്ടീസ് നോക്കാം. ഹൗ മെനി ഓഫ് ദി അബോവ് പ്രോപ്പർട്ടീസ് വെർ ഇൻക്ലൂഡഡ് ഇൻ 2023? 2023 ഇതിനകത്ത് എത്ര പ്രോപ്പർട്ടീസ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉണ്ടെന്നാണ് ചോദ്യം. ശാന്തി നികേതൻ, റാണി കി വാവ്, സാക്രഡ് എനാബിൾസ് ഓഫ് ദ ഹൊയ്സലാസ്, അതുപോലെ മഹാബോധി ടെമ്പിൾ കോംപ്ലക്സ് അറ്റ് ബോധ്ഗയ. ഈ 4 എണ്ണത്തിനകത്ത് ഏതൊക്കെയാണ് 2023 വരെയുള്ള ലിസ്റ്റില് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. only 2 എന്നുള്ളതാണ്. ഇത് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് 2023 വരെ. റാണി കി വാവ് എന്ന് പറയുന്ന ഒരെണ്ണം മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്ക. ഈ റാണി കി വാവ് എന്ന് പറയുന്നത് സരസ്വതി നദിയുടെ തീരത്താണ്. Was initially built as a memorial to a king in the 11th century AD. Step wells are a distinctive form of subterranean water resource and storage system of the Indian subcontinent. ഇത് കൺസ്ട്രക്ട് ചെയ്തത് ഏകദേശം 3rd മില്ലേനിയം BC യിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. 2014 ഈ ഒരു യുനെസ്കോയുടെ ലിസ്റ്റിലേക്ക് ഇത് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്ക. ഏതൊക്കെയാണ് 2023 വരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 മാത്രമാണ്. ഓപ്ഷൻ ബി മാത്രമാണ്. ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ PDF തന്നേക്കാം. 2. വിത്ത് റെഫറൻസ് ടു ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ പറ്റിയിട്ട് എല്ലാ വർഷവും ഒരു ചോദ്യം ഉണ്ടാവും. അപ്പൊ അത് നോക്കിയിട്ട് പോവുക. നമുക്കെല്ലാം അറിയാം, ഇന്ത്യയില് ഫെഡറൽ മാതൃകയിലുള്ള ഭരണകൂടത്തിന് വ്യവസ്ഥ ചെയ്ത ആക്ട് ആയിരുന്നു 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അതുപോലെ നമ്മുടെ ഭരണഘടനയിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അതുപോലെ എഴുതി വെച്ചിട്ടുള്ളതും ഈ ഭരണഘടനയിലെ മിക്ക ആർട്ടിക്കിൾസ് ആണെങ്കിലും 1935 ഈ ആക്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഈ ഒരു മുഖ്യ ശില്പി ആരാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 സർ സാമുവൽ ഹോർ ആണ്, അല്ലെ? അപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ അടിമത്തത്തിന്റെ പ്രമാണപത്രം, ചാർട്ടർ ഓഫ് സ്ലേവറി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ ബ്രിട്ടീഷ് സർക്കാരിന്റെ പ്രവിശ്യകളിലെ സ്വയംഭരണം കൊണ്ടുവന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഈ ഒരു 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് പ്രവിശ്യകളില് ബ്രിട്ടീഷുകാരുടെ സ്വയംഭരണം കൊണ്ടുവന്നത്. അപ്പൊ അതൊക്കെ ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആണിത്. ക്വസ്റ്റ്യൻ ഇതാണ്. ഇറ്റ് പ്രൊവൈഡഡ് ഫോർ ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ആൻ ഓൾ ഇന്ത്യ ഫെഡറേഷൻ ബേസ്ഡ് ഓൺ ദ യൂണിയൻ ഓഫ് ദി ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രോവിൻസസ് ആൻഡ് പ്രിൻസ്ലി സ്റ്റേറ്റ്. And defense and foreign affairs were kept under the control of federal legislature. ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദ്യം. ഇതിന്റെ ആൻസർ വരാൻ പോകുന്നത് ഓപ്ഷൻ 1 മാത്രം ശരി. അതായത് only 1 സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. Government of India Act was passed by the British Parliament 1935 and came into effect in 1937. It was based on a report by a joint select committee led by the Lord Linlithgow, set up the 2 houses of the British Parliament. നമ്മൾ ഫീച്ചേഴ്സ് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു. അതിനകത്ത് കൃത്യമായിട്ട് the creation of a federation of India that consists of 2 levels, central executive parliament and below it
provinces and princely state. Hence, statement 1 is correct. It discarded the diarchy system at the provincial level and allowed for the emergence of popularly elected provincial legislature. Diarchy was introduced at the central level. Key subjects like the defense and foreign affairs were under the direct control of the Governor General. അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഫെഡറൽ കോർട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയി ഇത് പ്രകാരം. അതുപോലെ ഫ്രാഞ്ചൈസ് വാസ് എക്സ്പാൻഡഡ് ഇൻ 40% ഓഫ് ദി പോപ്പുലേഷൻ ഫ്രം 3%. Separate electorate were provided for Muslim, Sikhs and others, but do not to depress the class. Governor enjoyed critical emergency powers. So option ഇത് മാത്രമാണ് ശരി. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്ത ചോദ്യം, with reference to the revenue collection by Cornwallis, consider the following statement. Under the Rayodbari settlement of revenue collection, the peasants were exempted from revenue payment in case of bad harvest or natural calamities. Under the permanent settlement in Bengal, if the Zamindars failed to pay his revenues to the state on or before the fixed date, he would be removed from his Zamindari. Which of the following statement given above is or are correct? ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? ഓപ്ഷൻ ബി ആണ്. രണ്ട് മാത്രമാണ് ശരിയായിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റ് ആണ്. കാരണം റയോഡ്ബാരി സിസ്റ്റത്തില് ഗവൺമെന്റ് റവന്യൂ വാസ് എ ഫിക്സഡ് എമൗണ്ട് ഇറസ്പെക്ടീവ് ഓഫ് ക്രോപ്പ് ഔട്ട്പുട്ട്. അതായത് ഫിക്സഡ് ആയിട്ട് ഒരു എമൗണ്ട് ആയിരുന്നു. ഇനി കൃഷി നന്നായാലും ചീത്തയായാലും അത്രയും തന്നെ കൊടുക്കണമായിരുന്നു അല്ലെ. സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആവാൻ കാരണം സെമീന്ദാരി സിസ്റ്റത്തില് റവന്യൂ വാസ് ഇൻവേരിയബിൾ റിഗാർഡ്ലെസ് ഓഫ് ദി ഹാർവെസ്റ്റ് ആൻഡ് ഹാവ് ടു ബി പെയ്ഡ് പങ്ക്ച്വലി അക്കോർഡിംഗ് ടു സൺസെറ്റ് ലോ. If payment did not come in by sunset of the specified date, the Zamindari was liable to the auction. അന്ന് വൈകിട്ട് തന്നെ പേയ്മെന്റ് കൊടുക്കണമെന്നായിരുന്നു നിയമം. അപ്പൊ ഏതാണ് ആൻസർ? only 2 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് നാലാമത്തത്, ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1, 7th August is declared as the National Handloom Day. സ്റ്റേറ്റ്മെന്റ് 2, it was 1905 that Swadeshi movement was launched on the same day. ഈ സ്റ്റേറ്റ്മെന്റിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് ആൻസർ. ഓപ്ഷൻ എ ആണ്. ബോത്ത് 1 സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് 1. 7th August ആണ് നാഷണൽ ഹാൻഡ്ലൂം ഡേ. 1905 സ്വദേശി മൂവ്മെന്റ് ഈ ഒരു സെയിം ദിവസം തന്നെയാണ് ലോഞ്ച് ചെയ്തത്. ഓക്കെ, അടുത്തത് അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം, ഞാൻ തന്നേക്കാം. അതുപോലെ നെക്സ്റ്റ് അഞ്ചാമത്തെ ചോദ്യം, with reference to Indian history, consider the following statement. The Dutch established their factories or warehouses on the east coast on lands granted to them by Gajavadi rulers. Alfonso de Albuquerque captured Goa from the Bijapur Sultanate. രണ്ട് സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത്തത്, English East India Company established a factory at Madras on a plot of land leased from the representative of the Vijayanagara Empire. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം ആണ് ശരി. അൽഫോൺസോ ഡി അൽബുക്കർക്ക് ക്യാപ്ചർഡ് ഗോവ ഫ്രം ദി ബീജാപൂർ സുൽത്താൻ 1905 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ് എ ഫാക്ടറി അറ്റ് മദ്രാസ് ഓൺ ദി പ്ലോട്ട് ഓഫ് ലാൻഡ് ലീസ്ഡ് ഫ്രം ദി റെപ്രസെന്റേറ്റീവ് ഓഫ് ദി വിജയനഗര എംപയർ. അത് രണ്ടും ശരിയാണ്. അടുത്തത് ക്വസ്റ്റ്യൻ ആറാമത്തത്, കൺസിഡർ ദി ഫോളോയിങ് ഫ്രീഡം ഫൈറ്റേഴ്സ്. ഇതും PSC ചോദിച്ചിട്ടുണ്ട്. ഇത് UPSCയുടെ 2021 ഒരു ചോദ്യമാണ്. ബരീന്ദ്രനാഥ് കുമാർ ഘോഷ്, ഗോഗേഷ് ചന്ദ്ര ചാറ്റർജി, റാഷ് ബിഹാരി ബോസ്. ഇതിനകത്ത് ആരൊക്കെയാണ് ഗദ്ദർ പാർട്ടിയുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത്, അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ ഡി, റാഷ് ബിഹാരി ബോസ് മാത്രമാണ്. ഓക്കെ, ഇത് റവല്യൂഷണറി ആക്ടിവിറ്റീസ് അബ്രോഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു തീമാണ്. ഗദ്ദർ പാർട്ടി 1913 ഇതൊരു റവല്യൂഷണറി ഗ്രൂപ്പാണ്. ഗദ്ദർ പാർട്ടി ഇപ്പൊ PSCയും ചോദിച്ച ലേറ്റസ്റ്റ് ഒരു ചോദ്യ പേപ്പറിനകത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിനകത്ത് പങ്കെടുത്തവർ ആരൊക്കെ, പ്രീ ഗദ്ദാർ റവല്യൂഷണറി ആക്ടിവിറ്റി ആരൊക്കെയാണ് ക്യാരി ചെയ്തതെന്നും ഗദ്ദർ പാർട്ടിക്കകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു എന്നും ഓർത്തു വെച്ചേക്കുക. ലാൽ ഹർദയാൽ, രാമചന്ദ്ര, ഭഗവത് സിംഗ്, കർത്താർ സിംഗ് സറാബ, ബർക്കത്തുള്ള, അൻബായ്. ഇത്രയുമായിരുന്നു പ്രധാനപ്പെട്ട നേതാക്കൾ. അതുപോലെ തന്നെ ഈ റാഷ് ബിഹാരി ബോസ്, സച്ചിൻ സന്യാൽ, കർത്താർ സിംഗ് സറാബ, രഘുബർ ദയാൽ ഗുപ്ത, ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഓക്കെ ആണല്ലോ. ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് HRA എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഗോഗേഷ് ചാറ്റർജി ഒക്കെ. ഓക്കെ, അതുകൂടെ ഓർത്ത് വെച്ചേക്കും. ഇത് സ്പെക്ട്രത്തിൽ നിന്ന് വന്ന ഡയറക്റ്റ് ചോദ്യമാണ് കേട്ടോ. സ്പെക്ട്രം ടെക്സ്റ്റ് ബുക്കില്ലേ, ഇതിൽ നിന്ന് വന്ന ഡയറക്റ്റ് ചോദ്യമായിരുന്നു. ഇങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് അവിടെ. 7,
With reference to the proposal of Cripps mission, consider the following statement. 1. Constituent Assembly would have members nominated by the provincial assemblies as well as princely state. Any province which is not prepared to accept the new constitution would have the right to sign a separate agreement with Britain regarding its future status. ഇതിനകത്ത് ഏതൊക്കെയാണ് ക്രിപ്സ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി 2 മാത്രം. Any provinces which is not prepared to accept the new constitution would have the right to sign a separate agreement with Britain regarding its future status. അത് ശരിയാണ്. 1942 സ്റ്റാഫോർഡ് ക്രിപ്സ് ഇന്ത്യയിലേക്ക് വരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? വേൾഡ് വാർ നടക്കുന്ന സമയമല്ലേ. അതിനുശേഷം ഇന്ത്യയുടെ സപ്പോർട്ട് തിരക്കാനായിട്ടാണ് വന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, ഞാനൊന്നും പറയുന്നില്ല, ഞാൻ തന്നേക്കാം, നിങ്ങൾ വായിച്ചു നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 8. In the first quarter of the 17th century, in which of the following was or were the factories on the East India Company located? Broch, Chikkakol, തിരുച്ചിറപ്പള്ളിയാണ് ഇപ്പോഴത്തെ അത് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എവിടെയൊക്കെയാണ് 7th സെഞ്ചുറിയില് ഫസ്റ്റ് ക്വാർട്ടറിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയില് ഫാക്ടറീസ് സ്ഥാപിച്ചത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ്, ബ്രോച്ചിൽ മാത്രമാണ്. അപ്പൊ ഈ ബ്രോച്ച് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ബറൂച്ച് ആണ് കേട്ടോ. അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഹാഡ് എ ഫാക്ടറി അറ്റ് ബറൂച്ച് ഇൻ ഗുജറാത്ത് ഇന്ത്യ ഡ്യൂറിംഗ് ദി 17th സെഞ്ചുറി. ആ സമയത്ത് ബറൂച്ചിൽ മാത്രമാണ് തുടങ്ങിയിരുന്നത് 17th സെഞ്ചുറിയില്. പ്രസന്റ് ഡേയില് ശ്രീകാകുളം എന്ന് പറയുന്നത് ചിക്കാഗോൾ എന്ന് പറയുന്നത്. തൃച്ചിനോപോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് തിരുച്ചിറപ്പള്ളി. അവിടെ ആ സമയത്ത് ഫാക്ടറി ഉണ്ടായിരുന്നില്ല, 17th സെഞ്ചുറിയിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ അതുകൂടെ നോക്കുക. അടുത്തത് കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. The Mondego-Chelmsford reform of 1990 recommended granting voting right to all the women above the age of 21. Government of India Act 1935 gave women reserved seat in the legislature. ഇതെല്ലാവർക്കും അറിയാം. 1919 1909 നോക്കിയിട്ട് പോവുക. 1919 മൊണ്ടേഗു ചെംസ്ഫോർഡിനെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി 2 മാത്രം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 gave women reserved seat in the legislature. അതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ അവിടെ മൊണ്ടേഗു ചെംസ്ഫോർഡിന്റെ കൃത്യമായിട്ട് ഈ ട്രാൻസ്ഫേർഡ് റിസർവ്ഡ് സബ്ജക്റ്റിനെ പറ്റിയിട്ടും ഡയാർക്കിയെ പറ്റിയിട്ടും ഒക്കെ ചോദിക്കും കേട്ടോ. ഡയാർക്കി കൊണ്ടുവന്നു. ഡിവൈഡഡ് ദ പ്രൊവിൻഷ്യൽ സബ്ജക്ട് ഇൻ 2 പാർട്ട്, ട്രാൻസ്ഫേർഡ് ആൻഡ് റിസർവ്ഡ് സബ്ജക്ട്. ഈ ഡ്യുവൽ സ്കീം ഓഫ് ഗവേണൻസിനെയാണ് നമ്മൾ ഡയാർക്കി സിസ്റ്റം എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് ബൈക്യാമറലിസം ആൻഡ് ഡയറക്ട് ഇലക്ഷൻ രാജ്യത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇതുവഴിയാണ്. അതുപോലെ 3 out of 6 മെമ്പർ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിനകത്ത് 6 മെമ്പേഴ്സിൽ 3 മെമ്പേഴ്സ് ഇന്ത്യൻസ് ആവണമെന്നും അതുപോലെ വോട്ടിംഗ് റൈറ്റ് വുമൻസിന് ലിമിറ്റഡ് നമ്പേഴ്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നും ഒക്കെ പറഞ്ഞത് ഈ ഒരു രീതിയിലാണ്. അതുപോലെ എക്സ്റ്റെൻഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ 6ന് ഇന്ത്യൻ ക്രിസ്ത്യൻസിനും ആംഗ്ലോ ഇന്ത്യൻസിനും യൂറോപ്യൻസിനും. ഓക്കെ, ഇതൊക്കെ കൊണ്ടുവന്നത് ഈ ഒരു ആക്ടിലൂടെയാണ്. അത് നോക്കി വെക്കാം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 10. With reference to 8th August 1942 in Indian history, which one of the following statement is correct? 1942 ഓഗസ്റ്റ് 8 എന്താണ് സംഭവിച്ചതെന്നാണ് ചോദ്യം. എന്താണ് സംഭവിച്ചത്? ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ വാസ് അഡോപ്റ്റഡ് ബൈ AICC. കേട്ടല്ലോ, അത് ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ ആണ്. അതിനെ പറ്റിയിട്ടും കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഇതും UPSCയുടെ ലേറ്റസ്റ്റ് ഒരു ചോദ്യ പേപ്പറിൽ നിന്ന് വന്ന ചോദ്യമാണ്. അപ്പൊ ഞാൻ ഈ ഒരു PDF ടെലഗ്രാമിലേക്ക് ഇട്ടേക്കാം. നിങ്ങൾ റിലേറ്റഡ് ഫാക്ട്സും കൂടെ വായിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ മാക്സിമം NCERT ഫോക്കസ് ചെയ്ത് +2 NCERT ഒക്കെ കവർ ചെയ്തിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.